ഏവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച. എല്ലാ ഞായറാഴ്ചയും രാവിലെ പതിവ് പോലെ വേദപുസ്തക അടിസ്ഥാനത്തിൽ, എന്നാൽ എല്ലാ മതത്തിലും സാമൂഹ്യ രാഷ്ട്രീയ മീമാംസകളിലും പെട്ടിരിക്കുന്ന ആളുകളെ ഒന്നുപോലെ മനസ്സിൽ വഹിച്ചുകൊണ്ട് ഏവർക്കും പ്രയോജനമായി തീരത്തക്കവണ്ണം ചില ചിന്തകൾ സമകാലീന അനുഭവങ്ങളോടുള്ള പ്രസക്തിയിൽ ഏവരുമായി പങ്കിടുക എന്നതാണ് ഈ ധ്യാന പരമ്പരയിൽ ആദ്യം മുതൽ അവസാനം വരെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനോട് നീതി പുലർത്തിക്കൊണ്ട്, അതിനോട് കൂറുപാലിച്ചുകൊണ്ട് ഇന്നും ചില കാര്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിലും ഇപ്പോൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളെ ആസ്പദമാക്കിയും ചിന്തിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ഏതാണ്ടൊരു ദിശാബോധം നൽകുന്നതിന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, അതല്പം വിചിത്രമായ ഒരു ഭാഗമാണ്. അതിൻ്റെ വിചിത്രമായ വശങ്ങൾ വേണ്ടതുപോലെ ചിന്തിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും നമുക്ക് ആ ഭാഗമൊന്ന് വായിച്ച് പരിചയപ്പെട്ട് അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരുമിച്ച് ശ്രമിക്കാം. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. ഇനിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ശ്രദ്ധയെ ഏറ്റവും ആകർഷിക്കേണ്ട വാക്യം. 6-ാം വാക്യം വരുന്നത്, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, യേശു യോഹന്നാൻ്റെ അനുയായികൾക്ക്, യോഹന്നാൻ അയച്ച ദൂതന്മാർക്ക്, അല്ലെങ്കിൽ ദൂതന്മാർ കൈവശം യോഹന്നാന് കൈമാറുന്ന ഉത്തരം, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു, എങ്കിലും എന്നിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ, താൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ മുഖാന്തരമായി ആരും ഇടർച്ച അനുഭവിക്കേണ്ട കാര്യമില്ല, എങ്കിലും മനുഷ്യർ ഞാൻ മുഖാന്തരം ഇപ്പോഴും എപ്പോഴും ഇടർച്ച അനുഭവിക്കും എന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിൽ നാം കുറിച്ചു വയ്ക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുന്ന ഒരു പാരമ്പര്യമോ ഒരു ആത്മീയ ധൈര്യമോ നമ്മുടെ ഇടയിലില്ല എന്നതുകൊണ്ട് തന്നെ യേശു പറയുന്നത്, വിശ്വാസികളുടെ മധ്യത്തിൽ, യേശുവിൻ്റെ പേരിനാൽ അറിയപ്പെടുന്ന ആളുകളുടെ മധ്യത്തിൽ, ക്രിസ്ത്യാനികളുടെ മധ്യത്തിൽ യേശുവിനെ പറ്റി ഒരു ഇടർച്ച എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ന്യായമാണ്. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, മതം അതിൻ്റേതായ സ്വഭാവം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. യേശു അന്ന് പ്രവർത്തിച്ചത് ക്രിസ്തുമതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലല്ല, യഹൂദ മതത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. യഹൂദ മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും സംഘടിതമായ മതങ്ങളുടെ പൊതുവായ സ്വഭാവം ഒന്ന് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ക്രിസ്ത്യാനികൾക്ക് വേദപുസ്തകവും ഹിന്ദുക്കൾക്ക് വേദങ്ങളും മുസ്ലിം സഹോദരീ സഹോദരങ്ങൾക്ക് ഖുറാനും അങ്ങനെയൊക്കെ വ്യത്യസ്തമായ വേദഗ്രന്ഥങ്ങളുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ഒരു മതം അത് സംഘടിതമായി കഴിഞ്ഞാൽ
അതിൻ്റെ സ്വഭാവം മറ്റെല്ലാ മതങ്ങളുടെയും പ്രവർത്തന സ്വഭാവത്തെ പോലെ തന്നെ ആയിരിക്കുമെന്ന പ്രാവർത്തിക സത്യം ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് തിരിച്ചറിയുന്നില്ല. കാരണം അവരെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് മറ്റുള്ള എല്ലാവരിൽ നിന്നും മേന്മയേറിയവരാണ്, നിങ്ങൾ മഹാന്മാരാണ്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുന്നു, ബാക്കിയുള്ളവർക്ക് വേണ്ടി നരകം കാത്തിരിക്കുന്നു, ബാക്കിയുള്ളവർ നികൃഷ്ടരാണ് എന്ന് പഠിപ്പിക്കുകയും അതിനെന്തെങ്കിലും ആധാരമുണ്ടോ എന്ന് ചോദിക്കുവാനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്തു വച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള സർവ്വലൗകികമായ ഏറ്റവും പ്രകടമായ സത്യം തന്നെ തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനികൾക്ക് കഴിയാതെ പോകുന്നു എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. കുറഞ്ഞത് അരനൂറ്റാണ്ടെങ്കിലും ഈ മേഖലയിൽ കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ സത്യസന്ധമായി എനിക്ക് എവരോടും പറയാനുള്ളത്, എല്ലാ സംഘടിത മതങ്ങളുടെയും പൊതുവായ സ്വഭാവം ഒന്ന് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അങ്ങനെ വരുമ്പോൾ യഹൂദ മതത്തിൻ്റെ ഉള്ളിൽ യേശുവിനെ പറ്റി അനുഭവിച്ച ആ ഇടർച്ച, ആ വിമിഷ്ടം, അവനെ സഹിച്ചുകൂടാൻ വയ്യാത്ത ഒരു തലവേദനയാണവൻ എന്ന് ചിന്തിക്കുന്ന ആ ഒരു സാധ്യത യേശുവിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെടാൻ പോകുന്ന ക്രിസ്തുമതത്തിൻ്റെ ഉള്ളിലും അത് സംഘടിതമായി കഴിയുമ്പോൾ നിശ്ചയമായി ഉണ്ടാകുകയും അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമെന്നതിൻ്റെ മുൻ താക്കീതായിട്ട് വേണം ഈ ഭാഗത്തെ കാണുവാനെന്നാണ് എനിക്ക് മനസ്സിലാകാനിടയായിട്ടുള്ളത്. അതുകൊണ്ട് നാം എപ്പോഴും പ്രത്യേകിച്ച് സഭകളോടുള്ള നമ്മുടെ ബന്ധത്തിൽ അറിഞ്ഞിരിക്കേണ്ട, നമ്മെ തന്നെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യം, സഭകളുടെ കണ്ണിൽ യേശു എപ്പോഴും ഒരു കണ്ണിൽ കരട് തന്നെ ആയിരിക്കും. യേശുവിൻ്റെ പേര് പറയും, യേശു കർത്താവാണെന്നൊക്കെ പറയും, വളരെ വികാരഭരിതമായി യേശുവിനെ പറ്റി സംസാരിക്കും, അവൻ്റെ കുരിശിനെ മാറത്തിട്ട് നടക്കും, ആണ്ടിലൊരിക്കൽ കുരിശിനെ പറ്റി ധ്യാനിക്കും, അവൻ പീഡ അനുഭവിച്ചു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പ്രസംഗിക്കും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ സംഗതി വേറെ ഏതാണ്ടാണ്. അങ്ങനെ വരികയുള്ളൂ എന്ന് നിങ്ങൾ ദയവായി മറന്നു പോകരുത് എന്നൊരു താക്കീത് ഇവിടെയുണ്ട്. എന്നിൽ ഇടർച്ച അനുഭവിക്കാത്തവൻ ഭാഗ്യവാൻ. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ കുരുടരുടെ കണ്ണ് തുറക്കുന്നു, ബധിരരെ കേൾക്കാൻ സമ്മതിക്കുന്നു, നാവിൽ അനക്കാൻ അറിയാമത്തവൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു കൊടുക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്താലും ഇതിലെന്തെങ്കിലും തിന്മയുണ്ടെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. പക്ഷേ എന്നാലും നന്മ മാത്രം ചെയ്ത് ജനങ്ങളുടെ ക്ഷേമത്തെ മാത്രം ലാക്കാക്കി യാതൊരു പ്രതിഫല ഇച്ഛയുമില്ലാതെ സ്വയം മറന്ന നിസ്വാർത്ഥമായി ദൈവഹിതം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടണമെന്ന ഒരേ ഒരു ലാക്കിൽ അനവരതം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളവും സംഘടിതമായ മതത്തിൻ്റെ അനുഭവം എന്താണ്? അവരെപ്പോഴും എന്നെപ്പറ്റി ഇടർച്ച മാത്രം അനുഭവിക്കും എന്ന ഒരു യാഥാർത്ഥ്യം. എങ്കിലും എന്നിൽ ഇടർച്ച അനുഭവിക്കാത്തവൻ ഭാഗ്യവാൻ. അതെന്തുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടുകയുള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതങ്ങൾ ഉടലെടുത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് ജനായത്ത കാലഘട്ടമല്ലായിരുന്നു. അത് പ്രഭുവാഴ്ചയുടെയും രാജവാഴ്ചയുടെയും കാലഘട്ടങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ ഭരണപരമായ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ, മത അധികാരികളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലാണ്. യുദ്ധം. നിങ്ങൾ ചരിത്രത്തിൽ കുറച്ച് പുറകോട്ട് സഞ്ചരിച്ചാൽ ആധുനിക രാജ്യമെന്ന സങ്കല്പം ഉടലെടുക്കുന്നതിന് മുൻപ് ദ ഐഡിയ ഓഫ് ദ സ്റ്റേറ്റ് പ്രഭുവാഴ്ചയായിരുന്നു, അല്ലെങ്കിൽ രാജവാഴ്ചയായിരുന്നു. ഒരു രാജാവ് അയലത്തുള്ള രാജാവിനെ ആക്രമിച്ച് കീഴടക്കുക അദ്ദേഹത്തിൻ്റെ വീര്യത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പ്രഭുക്കന്മാരുടെ വാഴ്ച നടന്നിരുന്ന കാലത്ത് പ്രഭുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കലഹിച്ചിരുന്നു. അതുകൊണ്ട്
ഒരു പ്രഭു മറ്റൊരു പ്രഭുവിനെ എപ്പോഴും ശത്രുവായി കണ്ടിരുന്നു. ഒരു രാജാവ് മറ്റൊരു രാജാവിനെ എപ്പോഴും തൻ്റെ ഇപ്പോഴത്തെ ശത്രു അല്ലെങ്കിൽ നാളത്തെ ശത്രുവായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. പൊട്ടൻഷ്യൽ എനിമി എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ യൂറോപ്യൻ ചരിത്രം പഠിക്കുമ്പോൾ രാജ്യങ്ങൾ അങ്ങനെ എപ്പോഴും യുദ്ധം ചെയ്യാതിരിക്കേണ്ടതിന് അവർ കണ്ടുപിടിച്ച നല്ലൊരു മാർഗമാണ് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മകനെ സ്പെയിനിലെ രാജാവിൻ്റെ മകളെ കൊണ്ട് കെട്ടിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മകളെ ഫ്രാൻസിലെ രാജാവിൻ്റെ മകനെ കൊണ്ട് കെട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ പേടിയൊന്നുമില്ലാതെ, പരസ്പരമായ വലിയ സ്പർദ്ധയില്ലാതെ, സംശയമില്ലാതെ, ഒരുത്തൻ മറ്റൊരുത്തനെ പേടിക്കാതെ, തലവേദനയില്ലാതെ കഴിയാമല്ലോ. ആ ഒരു അവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടി അവരുപയോഗിച്ച തന്ത്രം വിവാഹമായിരുന്നു എന്നത് ചരിത്രം നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇംഗ്ലണ്ടിൽ ആണുങ്ങളില്ലാഞ്ഞിട്ടോ, ഫ്രാൻസിൽ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടോ, സ്പെയിനിൽ ആണും പെണ്ണുമില്ലാഞ്ഞിട്ടോ അല്ല. ഒരു രാജാവിന് മറ്റൊരു രാജാവിനെ എപ്പോഴും ഭയമായിരുന്നു. അതുകൊണ്ട് യഹൂദ മതമാഡംബികളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ യേശു ആരാണ്? അവൻ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ്. എന്നാൽ അവനിപ്പോൾ രാഷ്ട്രീയമായ വലിയ താല്പര്യമൊന്നുമില്ലാതെ ജനങ്ങളുടെ മതപരമായ ജീവിതത്തിൻ്റെ രാജാവായി തീരുവാൻ ഇതാ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അതിനുള്ള അവൻ്റെ യോഗ്യത തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഈ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ തട്ടുകേടാണ്. അതുകൊണ്ട് ഒരിക്കലും അവനെ ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിൽ യഹൂദ മത മേധാവിത്വം സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം. എന്നാൽ അതിൻ്റെ ഒരു ധ്വനി എന്ന നിലയിൽ സ്നാപക യോഹന്നാൻ്റെ അവസ്ഥ, അവൻ അന്നത്തെ രാജാവിൻ്റെ ദുഷ്കർമ്മങ്ങളെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് അവൻ കാരാഗ്രഹത്തിലാണ്. അങ്ങനെ കാരാഗ്രഹത്തിലായിരിക്കുന്ന യോഹന്നാൻ തീർച്ചയായും അവന് ലഭിച്ച വെളിപാടിനെ സംശയിക്കുന്നു. യേശു കടന്നു വന്നപ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ആദ്യമായി സാക്ഷീകരിച്ചത് സ്നാപക യോഹന്നാനാണെന്ന് നമുക്കറിയാം. അങ്ങനെ വ്യക്തമായ ധാരണയുണ്ടായിട്ടും താൻ കാരാഗ്രഹത്തിലായിപ്പോയത് കൊണ്ട് നിരാശയുടെ പടുകുഴിയിലായി. എനിക്ക് തെറ്റുപറ്റിയോ എന്ന സംശയം ന്യായമായും സ്നാപക യോഹന്നാനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അന്നത്തെ രാജാവിൻ്റെ കണ്ണിൽ രാജാവിന് അസുഖം വരുന്ന അല്ലെങ്കിൽ അസൗകര്യം വരുന്ന, രാജാവിന് തലവേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ശബ്ദം വന്നാൽ അവനെ അടിച്ചമർത്തുക, അങ്ങനെയാണ് സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിൽ ആയിപ്പോയതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുകയാണ്. രാഷ്ട്രീയമായ മാടമ്പികളുടെ ഇരയായി യോഹന്നാനും മതമാടമ്പികളുടെ ഇരയായി യേശുവും അങ്ങനെ നിൽക്കുകയാണ്. വളരെ വളരെ ചിന്തനീയമായ ഒരവസ്ഥയാണിത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, രാജാവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാലും മതത്തിൻ്റെ രാജാക്കന്മാർ, അവരെയാണ് ബിഷപ്പന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നത്, പക്ഷേ അവരെ തന്നെ രാജാക്കന്മാരായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു പൂച്ചാണ്ടി ബിഷപ്പ് ആളുകളെ രണ്ട് വാക്കറിയിക്കുന്നത് കൽപ്പനയായിട്ടാണ്. നോം കൽപ്പിക്കുന്നത് രാജാവാണെന്നാണ് ഈ പറയുന്നത്. പിന്നെ മനുഷ്യനിത് കേട്ട് അങ്ങ് തഴമ്പിച്ചത് കൊണ്ട് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, പോട്ടെ. അപ്പോൾ ഇവർ രാജാക്കന്മാരാണ്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവരെപ്പോഴും യുദ്ധത്തിൻ്റെ അവസ്ഥയിലാണ്. സമാധാനമാണ് നാം എന്ന് നമുക്ക് തോന്നുമ്പോഴും രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ യുദ്ധക്കളത്തിലാണ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തന്നെ VVIPs, അവരുടെ സെക്യൂരിറ്റി. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നു അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിലേക്ക് കടന്നു പോകുന്നു, എന്തൊരു സെക്യൂരിറ്റിയാണ്. കാരണം എന്താണ്? അവിടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഏത് സമയത്തും അവർ ആക്രമിക്കപ്പെടാം. രാജാവ് എപ്പോഴും യുദ്ധക്കളത്തിലാണ്. സാധാരണ മനുഷ്യ സമാധാനത്തിലും രാജാവ് യുദ്ധക്കളത്തിലുമാണ്. ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? തൻ്റെ ശത്രുവായി, തൻ്റെ ബദലായി, തൻ്റെ കസേരയിൽ നിന്ന് തന്നെ വലിച്ചിറക്കുവാൻ ആർക്കൊക്കെ കഴിവുണ്ട് എന്ന് രാജാവിന് സംശയമുണ്ടോ അവരൊക്കെ തൻ്റെ ശത്രുക്കളാണ്. ഇപ്പോൾ രാജാവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അയൽ രാജ്യത്തിലെ രാജാവ് തൻ്റെ ശത്രുവാണ്. മിത്രമാകാൻ ഒരു വിധത്തിലും സാധ്യമല്ല. ഇത് സാധാരണ മനുഷ്യരും സംഭവിക്കാവുന്നത് കൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അയൽക്കാരെ എന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അത് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമുക്കറിയാം. അപ്പോൾ ഈ
അയൽ എന്ന് പറയുന്ന ആശയം ശത്രുത്വം നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നത് ലോക യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യേശു ഇവിടെ നടത്തുന്ന നമ്മെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വലിയ തോതിൽ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവന, എന്നിൽ ഇടർച്ച അനുഭവിക്കാത്തവൻ ഭാഗ്യവാൻ. ഞാൻ ചെയ്യുന്നതൊക്കെ നന്മയാണ്, എന്നിട്ടും ഞാൻ മുഖാന്തരം ഇടർച്ചയാണ് ഇവർ അനുഭവിക്കുന്നത് എന്ന് യേശു പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവരെപ്പോഴും യുദ്ധക്കളത്തിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ കാര്യം പോലും ഒരു വലിയ അപരാധമായിട്ട്, അവർക്കെതിരെ ചെയ്യുന്ന അപരാധമായിട്ട് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഒരു അനുഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 1984 ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ നാഷണൽ കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ ബൈബിൾ സ്റ്റഡി നടത്താൻ ഞാൻ തന്നെ വേണമെന്ന് അന്നത്തെ മോഡറേറ്ററായിരുന്ന ബിഷപ്പ് ഗോരായ് എന്നെ വന്ന് നിർബന്ധിച്ചതോടെ ഞാൻ അതിന് കീഴ്വഴങ്ങി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയി. അപ്പോൾ അന്ന് 4 ദിവസത്തെ നാഷണൽ കോൺഫറൻസാണ്. 3-ാം ദിവസം ഞാൻ ബൈബിൾ സ്റ്റഡിക്ക് എടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തെ ആസ്പദമാക്കി എൻ്റെ ആദ്യ ഭാഗത്ത് യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് ആഹാരം കൊടുക്കുന്ന ആ ഒരു ക്രിയ, ആ ഒരു സംഭവം. എന്നിട്ട് അതിനെ ആസ്പദമാക്കി ഞാൻ പറഞ്ഞു, ഇത് മാനേജ്മെൻറ്റിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ ഇതൊരിക്കലും സാധ്യമല്ല, മണ്ടത്തരമാണ്. അതേസമയം മാനേജ്മെൻറ്റിനെ കവച്ച് വെക്കുന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ആധുനിക ലോകത്തിൽ നമുക്ക് സാധാരണ കണ്ണിൽ കാണാൻ കഴിയാത്ത സാധ്യതകൾ കാണുകയും അതിനെ പ്രയോജനപ്പെടുത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് ബിഷപ്പ് ഗോരായ് എടുത്തൊരു ചാട്ടം, നീ ആരാടാ എന്നെ വിമർശിക്കാൻ? ഞാൻ അന്താളിച്ചു പോയി. ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചായിട്ട് എനിക്ക് യാതൊരു ബോധ്യവുമില്ല. പക്ഷെ പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ആ തിരുമേനി ഇംഗ്ലണ്ടിൽ നിന്നൊരു മാനേജ്മെൻറ്റ് വിദഗ്ധനെ കൊണ്ടുവന്ന് ചർച്ച് ഓഫ് നോർത്തിൻ്റെ എല്ലാ തിരുമേനിമാർക്കും മാനേജ്മെൻറ്റ് പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. അതെനിക്കറിയാൻ വയ്യ. അന്ന് എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതാണ്. അപ്പം നാം വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ അറിയാതെ ഒരു വാക്ക് പറഞ്ഞത് അത്ര വലിയ അപരാധമല്ല എന്ന് സാധാരണഗതിയിൽ തോന്നാം. പക്ഷേ അതൊരിക്കലും പൊറുക്കാനാവാത്ത അപരാധമാണ് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഞാൻ നാളേറെ എടുത്തു. ഞാൻ ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, അധികാരത്തിലിരിക്കുന്ന മതത്തിൻ്റെ മേഖലയിലാകട്ടെ രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലാകട്ടെ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നാം ഉദ്ദേശിക്കാത്ത, സാധാരണ ചിന്തയിൽ അർഹിക്കാത്ത ഒരു വലിയ കുറ്റം, ഒരു വലിയ അപകട സാധ്യത അതിലുണ്ട് എന്ന് അവർക്ക് തോന്നാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ യേശു നടന്ന് ജനങ്ങൾക്ക് നന്മ ചെയ്യുകയാണ്. അതിൻ്റെ ലിസ്റ്റ് യേശു തന്നെ അവതരിപ്പിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചതാണ്, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് ജനങ്ങളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവൻ ചെയ്യുന്നത് വലിയ നന്മയാണ്, വിടുതലാണ്, അത്ഭുത പ്രവൃത്തിയാണ്, വീര്യപ്രവൃത്തികളാണ്. പക്ഷേ മതമാഡംബികളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവൻ ചെയ്യുന്നത് വലിയ അപരാധമാണ്. അവൻ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? ഞങ്ങളുടെ കസേര പിടിച്ച് കുലുക്കാനാണ്. അവനിങ്ങനെ ഊടാടി നടക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുകയില്ല, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഈ തലവേദന ഒന്ന് ഒതുക്കി കിട്ടണം എന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കൂ. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സാർവലൗകികമായ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, യുദ്ധകാല മനോഭാവത്തിൽ നോക്കുമ്പോൾ നന്മയും തിന്മയും നാം സാധാരണ വിവക്ഷിക്കുന്നത് പോലെ അല്ല വിവക്ഷിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, സാധാരണഗതിയിൽ സാധാരണ സാഹചര്യങ്ങളിൽ സത്യം പറയുന്നത് നല്ലതാണ്. എന്നാൽ ഒരു യുദ്ധകാലത്ത് സത്യം പറയുന്നത് അത് രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർക്ക്, സൈനിക തലവന്മാർക്ക് അരോചകമുണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾ അഴിക്കുള്ളിലായി സർക്കാരിൻ്റെ ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. സത്യമാണ് പറഞ്ഞത്, ശരിയൊക്കെയാണ്. പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ. ആരെങ്കിലും ഭാരതത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയെപ്പറ്റി അവർക്ക് സത്യമെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ, സർക്കാരിന് അങ്ങനെ സൂഹിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആ നിമിഷം അകത്താകും.
കാരണം എന്താണ്? ഒരു യുദ്ധകാല അവസ്ഥയിൽ നാം നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, അത് മറ്റാരോ ആണ്. ഇത് ഒരു യുദ്ധകാല മനോഭാവത്തിൻ്റെ അനിവാര്യമായ സ്വഭാവം തന്നെയാണ്. ഇത് നാം മനസ്സിലാക്കിയാൽ മാത്രമേ യേശുവിൻ്റെ പ്രസ്താവന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് താൻ ഓടി നടന്ന് നന്മ ചെയ്തപ്പോൾ അത് തങ്ങൾക്കെതിരെ ഇവൻ മനഃപൂർവ്വം ചെയ്യുന്ന തിന്മയാണ് എന്ന് മാത്രം ധരിക്കുവാൻ യഹൂദ മതമാടമ്പികൾക്കിടയായത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഞാനിപ്പോൾ അവതരിപ്പിച്ച ഈ പശ്ചാത്തലത്തിൽ പരിഗണിച്ചാൽ മാത്രമേ സാധിക്കൂ. ഇനി ഇത് കുറച്ചുകൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമകാലീന സംഭവത്തെ കൂടെ നമുക്ക് ചേർത്ത് പരിഗണിച്ചാൽ വളരെ സ്പഷ്ടമായി ഈ മർമ്മം മനസ്സിലാകും. അതെന്താണ്? ഓർത്തഡോക്സ് സഭ അതിലെ ഒരു ബിഷപ്പായ തിരുമേനിയായ അപ്രേം തിരുമേനിക്കെതിരെ വലിയ കടുത്ത ശിക്ഷണ നടപടികൾ ഇന്നലെ കോട്ടയത്ത് ദേവലോക അരമനയിൽ കൂടിയ പരിശുദ്ധ സുനഹദോസിൻ്റെ ഐകകണ്ഠ്യമായ തീരുമാനത്താൽ ഇതാ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്രേം തിരുമേനിയെ സ്ഥാനഭ്രഷ്ടനാക്കിയിരിക്കുന്നു. അങ്ങനെ ഇത്ര കഠിനമായ ശിക്ഷ അർഹിക്കത്തക്കവണ്ണം അപ്രേം തിരുമേനി, സക്കറിയാസ് മോർ അപ്രേം എന്ന് പറയുന്ന തിരുമേനി എന്ത് കുറ്റമാണ് ചെയ്തത്? നമുക്ക് ഏവർക്കും അറിയുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഓർത്തഡോക്സ് സഭ അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്നതിനപ്പുറത്ത് യേശുവിൻ്റെ ആദർശങ്ങൾ, യേശു നമുക്ക് നൽകിയ മൂല്യങ്ങൾ പരിഗണിച്ചു വേണം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. യേശുവിനോടുള്ള കൂറിനെ കുറയ്ക്കുവാനോ ഡൈല്യൂട്ട് ചെയ്യുവാനോ നമുക്ക് അവകാശമില്ല. നമ്മുടെ സാഹചര്യങ്ങൾക്ക് ആത്യന്തികമായ ഒരു പരിഹാരം നാം കണ്ടെത്തേണ്ടത് യേശുവിൻ്റെ പഠിപ്പീരുകളോടുള്ള കൂറ് അനുവർത്തിച്ചുകൊണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടന 1934 ഭരണഘടന ചപ്പും ചവറുമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതാരും ഗൗനിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് 1934 ഭരണഘടനയെ നാം അനുധാവനം ചെയ്യുമ്പോൾ അതിനെ കവച്ചു വയ്ക്കുന്ന യേശുവിൻ്റെ ഉപദേശങ്ങൾ ഉണ്ടെങ്കിൽ അവയെ മാനിപ്പാൻ നമുക്ക് ഒരു കടമയുണ്ട്. അത് നിങ്ങൾ സാധാരണഗതിയിൽ എത്ര വലിയ കുറ്റമായിട്ടാണ് നാം കാണേണ്ടത്? അത് ന്യായമായും ഒരു ക്രിസ്ത്യാനി പറയേണ്ടതല്ലേ? ക്രിസ്ത്യാനി ആരാണ്? യേശുവിനെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി കൈക്കൊള്ളുന്നവനാണ്. കർത്താവേ കർത്താവേ എന്ന് യേശുവിനെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവൻ. അവൻ്റെ പഠിപ്പീരുകളിൽ സർവവും സമർപ്പിക്കുന്നവനാണ് വിശ്വാസി, ക്രിസ്ത്യാനി. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യാനി ന്യായമായും എടുക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിലപാട് മാത്രമാണ് അപ്രേം തിരുമേനി എടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തൊഴിച്ച് പുറത്താക്കിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ അവതരിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ മാത്രം ഉപയോഗിച്ചെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. സഭയുടെ കണ്ണിൽ സഭ എപ്പോഴും ഒരു യുദ്ധക്കളത്തിലാണ്. എന്തുകൊണ്ടാണ് സഭ ഒരു യുദ്ധക്കളത്തിലാകുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. സഭയ്ക്ക് 2 മുഖങ്ങളും 2 തട്ടങ്ങളുമുണ്ട്. ഒന്ന് സഭാ നേതൃത്വം, ഹയരാർക്കി, റിലീജിയസ് ഹയരാർക്കി. അതെപ്പോഴും ഒരു ചെറിയ കൂട്ടം ആളുകളായിരിക്കും. അത് ഏതാണ്ട് കറക്കി കുത്തുന്ന പോലെ 30 വർഷം 40 വർഷം 50 വർഷം അവർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ശ്രേണിയിൽപ്പെട്ട ആളുകളായിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകളും 99.9% ആളുകളും അതിൽപ്പെടുന്നവരല്ല. അപ്പോൾ ചെറിയൊരു കൂട്ടം അധികാരം പിടിച്ചെടുക്കുകയും അന്നു മുതൽ അവർ രാജാക്കന്മാരും രാജകുടുംബങ്ങളും പ്രഭുക്കന്മാരുമായി വാഴുകയും ചെയ്യുമ്പോൾ അവർക്കറിയാം അവർ സൃഷ്ടിച്ചിരിക്കുന്ന വ്യവസ്ഥിതി ഒരു വിധത്തിലും യേശു വിഭാവന ചെയ്ത അവസ്ഥയുമായി പൊരുത്തപ്പെടുവാൻ സാധ്യതയുള്ളതല്ല.
അങ്ങനെ വരുമ്പോൾ യേശു പറഞ്ഞത് ഇന്നതാണ്, യേശു ഉദ്ദേശിച്ചത് അതാണ്, യേശുവിൻ്റെ ആദർശം ഇതാണ്, ഇതനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിട്ട് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വരുന്നവനെ ഏറ്റവും പെട്ടെന്ന് ഉന്മൂലനാശം ചെയ്യണം എന്നത് അവരുടെ പ്രാവർത്തികമായ ആവശ്യമാണ്. അതുകൊണ്ട് അപ്രയം തിരുമേനിക്കെതിരെ ഇപ്രകാരം കോടാലി എടുത്ത് പ്രയോഗിച്ചതിൽ എനിക്ക് യാതൊരു അതിശയമില്ല. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ അത്ഭുതപരതന്ത്രനായി പോകുമായിരുന്നു. കാരണം അത് മാത്രമേ സംഘടിതമായ മതമാടമ്പികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ, വകയുള്ളൂ. ചരിത്രത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് ഈ അടുത്തിടെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കെതിരെ കത്തോലിക്ക സഭയിൽ വളരെ ഉന്നത പദവിയിലിരിക്കുന്ന, അതിന് ചിന്താഗതികളെ ഏതാണ്ട് ഒട്ടുമുക്കാലും നയിച്ചുകൊണ്ട് പോകുന്ന പല വലിയ വലിയ അധികാര കേന്ദ്രങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്നും പറഞ്ഞ് മുറവിളി കൂട്ടിയ സംഭവം നിങ്ങൾക്കറിയാം. പക്ഷെ അദ്ദേഹത്തോട് അത്ര വേണ്ടതുപോലെ ഇപ്പം അപ്രയം തിരുമേനിയെ തൊഴിച്ചതുപോലെ ഫ്രാൻസിസ് മാർപ്പായെ തൊഴിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? അദ്ദേഹം യേശുവിൻ്റെ ആദർശങ്ങൾ അനുസരിച്ച് സഭ ലോക യാഥാർത്ഥ്യങ്ങളോട് ഇടപെടണമെന്ന്, പ്രതികരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് സഭയുടെ ചട്ടക്കൂടിൻ്റെ കാവൽ ഭടന്മാരായി നിൽക്കുന്ന ആളുകൾക്ക് വലിയൊരു അപകടമായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പായാണെങ്കിലും അപ്രയം തിരുമേനിയാണെങ്കിലും എല്ലാം കണക്കാണ്. ഇതല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നിൽ ഇടർച്ച അനുഭവിക്കാത്തവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, അപ്രയം തിരുമേനിക്ക് സംഭവിച്ചത് തികച്ചും നാം പ്രതീക്ഷിക്കേണ്ട ആ വിധത്തിൽ തന്നെയാണ്. ഇത് യേശുവിൻ്റെ ആദർശങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഏവനെ സംബന്ധിച്ചിടത്തോളം സഭയുടെ അധികാരവർഗത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർ ഇടർച്ച വരുത്തുവാൻ കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് മാത്രമേ മനസ്സിലാക്കൂ. എന്ന് മാത്രവുമല്ല, ഇതേ കാഴ്ചപ്പാട് ജനങ്ങളുടെ മനസ്സിലേക്ക് വിളമ്പുകയും അവരെ ആകമാനം അനാവശ്യമായ ശത്രുതയിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും എന്നതും നാം എക്കാലത്തും ഓർത്തിരിക്കണം. പക്ഷേ പാവപ്പെട്ട ജനം ഇടത് കൈ വലത് കൈയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലായതുകൊണ്ട് അവർ ഈ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ആ നിലപാടുകൾ അത് ദൈവീകമാണ് എന്ന തെറ്റിദ്ധാരണയിൽ യാതൊരു വിധത്തിലും അവരുടെ മൂളയെ ഉപയോഗിക്കാതെ ഈ അധികാരവർഗത്തിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, സ്വകാര്യ താല്പര്യങ്ങളെ അവരുടെ താല്പര്യങ്ങളാക്കി മാറ്റി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കിനെ പോലെ സംസാരിക്കുന്ന ആളുകളെ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവർക്ക് എതിരെ അവരർഹിക്കാത്ത ശിക്ഷാ നടപടികൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ദൗർഭാഗ്യകരമായൊരവസ്ഥയുണ്ട്. അത് ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും കമൻറ്റ് ബോക്സ് വായിക്കുന്ന ഏവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അത് അവരെന്തുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നതെന്ന് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അറിഞ്ഞുകൂടാ, വേണ്ട. എന്തുകൊണ്ടാണ് അപ്രയം തിരുമേനി ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹത്തെ തൊഴിച്ചു വെളിയിൽ കളഞ്ഞെങ്കിൽ മാത്രമേ ഓർത്തഡോക്സ് സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അതിൻ്റെ പരിശുദ്ധ ബാവ തിരുമേനിയും ശുനോഹദോസ് അംഗങ്ങളായിരിക്കുന്ന വിശുദ്ധന്മാരായ മറ്റു മെത്രാന്മാരുമൊക്കെ തീരുമാനിക്കാൻ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു പ്രതീതിയിൽ എത്തിച്ചേർന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതാണ് അതിൻ്റെ സത്യമായി നിങ്ങൾ അവരോട് വിളിച്ച് ചോദിക്കണം, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് പറഞ്ഞാൽ അവർ ബബ്ബ എന്ന് പറയും, അവർക്കറിയില്ല. അതുകൊണ്ടാണ് യേശു കുരിശിൽ എന്ന് പറഞ്ഞ, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നിവർ അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന ആത്മാർത്ഥമായി ഉരുവിടുവാനുള്ള ഒരു അവസരമാണിത്. കർത്താവേ, ദേവലോക പരമനയിൽ ഇവർ ചെയ്തത്, ഇന്നലെ ചെയ്തത്, ചുനകദോസ് ചെയ്തത് എന്താണെന്ന് അവർക്കറിയാൻ വൈകിയാൽ അവരോട് ക്ഷമിക്കണമേ. അവർ
യേശുവിൻ്റെ അനുയായികളാണെന്നൊക്കെ വസ്ത്രം കൊണ്ട് കാണിക്കുമെങ്കിലും അവർ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ വാളെടുത്ത് സ്വന്തം താല്പര്യത്തെ സംരക്ഷിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ നമ്പർ 1 അജണ്ട ആണെന്ന് തെറ്റിദ്ധരിക്കുകയും മറ്റുള്ള എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത് അതിൻ്റെ ഗുണഫലങ്ങൾ വലിയ തോതിൽ കൊയ്ത് ആസ്വദിച്ച് അർമാദിച്ച് കഴിയുന്ന ഒരു പറ്റം മതപ്രഭുക്കന്മാരാണ്. അവിടെ കണ്ടു നോക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു അക്ഷരം അറിയാതെ ഉച്ചരിക്കുന്നവരെല്ലാം അവരുടെ കുലശത്രുക്കളാണ് എന്നവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പക്ഷേ അതെന്തുകൊണ്ട് അവരങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് തിരിച്ചറിയേണ്ട ബുദ്ധിയോ തിരിച്ചറിവോ വകതിരിവോ പക്വതയോ അവർക്കില്ല. അത് ഒരു വലിയ പരിതാപകരമായ യാഥാർത്ഥ്യമാണ്. ഇത് നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ള മതമാഡംബികൾ ചെയ്യുന്ന ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വം തൊട്ടു തേച്ചിട്ടില്ലാത്ത നടപടികളെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു അനാശാസ്യമായ പരിപാടിയിലേക്ക് മതവിശ്വാസികൾ, ക്രിസ്തീയ വിശ്വാസികൾ അധപ്പതിച്ച് പോകുന്നത് ഇതിനേക്കാൾ മർമ്മഭേദകമായ ദുഃഖദായകമായ ഒരു അവസ്ഥയാണ്. ദയവായി മനസ്സിലാക്കുക. ഇതിലൊക്കെ വലിയ വലിയ പ്രമാണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മുന്നമേ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നിൽ ഇടർച്ച അനുഭവിക്കാത്തവൻ ഭാഗ്യവാൻ. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ആദർശങ്ങളോടും ഉത്ബോധനങ്ങളോടും നിലപാടുകളോടും മൂല്യങ്ങളോടും കൂറുപാലിക്കുന്ന ഒരു വ്യക്തിക്കും സംഘടിതമായ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ, അതായത് സഭകളുടെ ചട്ടക്കൂടിനുള്ളിൽ സുരക്ഷിതമായി നിലനിൽക്കുവാനോ അവരുടെ ദൗത്യം നിർവഹിക്കാനോ ഒരു കാലത്തും സാധ്യമല്ല. ഇതൊരു പക്ഷേ കൂറിലോസ് അപ്രയം തിരുമേനിക്ക് അറിയാൻ വയ്യായിരുന്നു. അറിയാതെയാണോ അദ്ദേഹം എടുത്ത് ചാടിയത് എന്നെനിക്കറിയില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ദയവായി ദേവലോകത്ത് എന്ന് അവിടെ ഇരിക്കുന്ന ആ രാജാവിൻ്റെ കാല് പിടിച്ച് വല്ലവിധേനയും രക്ഷപ്പെടുക. അല്ലെങ്കിൽ മനസാക്ഷിക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നതെങ്കിൽ തൻ്റെ ഇടത്തോടുകൂടെ അവർ നൽകുന്ന കന്നത്ത് ഉള്ള അടി വാങ്ങിച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോയിരിക്കണം. വേറെ ഒന്നും ഇതിനകത്ത് സാധ്യമല്ല. കാരണം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജനം ഒട്ടുമുക്കാലും മൊണ്ണകളാണ്. അത് അവരുടെ കുറ്റമല്ല, അവരെ അങ്ങനെ ആക്കി വെച്ചതാണ്. ഇത് ലോക ചരിത്രം നമ്മെ അറിയിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ യുദ്ധമാണല്ലോ, ഇന്ത്യ പാക് യുദ്ധം, അങ്ങനെ എല്ലായിടത്തും യുദ്ധമാണ്. യുക്രൈൻ റഷ്യ യുദ്ധം, ഗാസ യുദ്ധം, അവിടെ യുദ്ധം, ഇവിടെ യുദ്ധം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം എന്താണെന്ന് ചോദിച്ചാൽ, യുദ്ധം അസഹനീയമായ ഒരവസ്ഥയാണ്. എന്നാൽ എന്തുകൊണ്ട് ഈ എല്ലാ യുദ്ധങ്ങളിലും അതിൻ്റെ കെടുതികൾ 99% അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകളാണ്, സാധാരണ ജനമാണ്. എന്നാൽ ഈ സാധാരണ ജനത്തിന് ഈ യുദ്ധം എന്തുകൊണ്ട് നടത്തപ്പെടുന്നു, ആരുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ നടത്തുന്നത് എന്നതിനെപ്പറ്റി ഒരു കാലത്ത് ബോധമുണ്ടാകുകയില്ല. ബോധമുണ്ടാകുമായിരുന്നുവെങ്കിൽ ഒരു രാജാവും യുദ്ധം പ്രഖ്യാപിക്കുമായിരുന്നില്ല എന്ന് ചരിത്രകാരന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മതത്തിലും ഈ യുദ്ധപ്രഖ്യാപനം കൊണ്ട് നടക്കുന്ന ആളുകൾ വിജയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അവർ നടത്തുന്ന ഈ പോരാട്ടം, അവരുടെ സ്ഥാപിത താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവർ പ്രഖ്യാപിക്കുന്ന യുദ്ധങ്ങൾ, അതിൻ്റെ പൊള്ളത്തരം, അതിൻ്റെ പൈശാചികമായ സ്വഭാവം മനസ്സിലാക്കുവാൻ ആ സഭകളിലെ സാധാരണ വിശ്വാസികൾക്ക് മൂളയുണ്ടായിരുന്നുവെങ്കിൽ അവർ ഇപ്രകാരം ഈ അന്യായം, അപരാധം യേശുവിൻ്റെ പേരിൽ കാണിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഇതിന് നാനാമുഖമായ ആശയവ്യാപ്തികളുണ്ട്. ഇവയെപ്പറ്റി നിങ്ങൾ കൂടുതലായി അന്വേഷിക്കണം. സമയത്തിൻ്റെ പരിധി എന്നെ നന്നേ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് എൻ്റെ ചിന്തകൾ തൽക്കാലം കൂടെ ഉപസംഹരിക്കുകയാണ്. യേശുവിൻ്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴും ഓർത്തിരിക്കണം. എന്നിൽ ഇടർച്ച അനുഭവിക്കാത്തവൻ ഭാഗ്യവാൻ. എല്ലാവർക്കും നമസ്കാരം.